നമസ്കാരം. യുദ്ധം പശ്ചിമേഷ്യയിൽ കൊടുമ്പിരി കൊള്ളുമ്പോൾ തകർന്നടിയുന്ന കെട്ടിടങ്ങളുടെ കണക്കുകൾക്കുള്ളിൽ കെട്ടുപോകുന്ന ജീവനുകൾക്ക് എണ്ണം പോലും ഇല്ല എന്നതാണ് വാസ്തവം. കെട്ടിടങ്ങളും എണ്ണ ശുദ്ധീകരണ ശാലകളും ഒക്കെ കെട്ടിപ്പടുത്ത് വീണ്ടും രാജ്യം ഉയർത്തെഴുന്നേൽക്കുമായിരിക്കും. പക്ഷെ മനുഷ്യജീവനുകൾ എങ്ങനെ പുനർനിർമ്മിക്കുമെന്നത് ഉത്തരമില്ലാത്ത നിസ്സഹായമായ ചോദ്യമാണ്. അത്തരം അവസ്ഥയിൽ ഇറാന് നേരെ സഹായത്തിന്റെ കൈകൾ നീട്ടിയിരിക്കുകയാണ് ഇന്ത്യ. സംഘർഷം രൂക്ഷമായി തുടരുന്നതിനിടെ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യഘട്ട മെഡിക്കൽ സഹായം ഇറാനിലെത്തി. ബുധനാഴ്ചയാണ് ഇന്ത്യയിൽ നിന്നുള്ള മരുന്നുകളും മറ്റുമടങ്ങിയ മെഡിക്കൽ സാധനങ്ങൾ ഇറാനിലെത്തിയതെന്ന് ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി സ്ഥിരീകരിച്ചു. ഇറാനിലേക്കുള്ള ഇന്ത്യയുടെ പുതിയ മെഡിക്കൽ സഹായം ഒരു സാധാരണ മനുഷ്യാവകാശ നടപടി എന്നതിലുപരി രാജ്യത്തിന്റെ വിദേശ നയത്തിന്റെ സ്വഭാവം വ്യക്തമാക്കുന്ന ഒരു നിർണായക രാഷ്ട്രീയ സന്ദേശം കൂടിയാണ്. ഇറാൻ നേരിടുന്ന യുദ്ധ പരിസരത്തിൽ മനുഷ്യാവകാശ സഹായം നൽകിയത് ഇന്ത്യയുടെ മൾട്ടി അലൈൻമെന്റ് നയത്തിന്റെ തുടർച്ചയായാണ് കാണേണ്ടത്. ഈ സംഭവത്തിൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇന്ത്യയുടെ പ്രവർത്തനം യുദ്ധത്തിൽ ഒരു പക്ഷത്തെയും പിന്തുണയ്ക്കുന്നതല്ല എന്നതാണ്. അമേരിക്കയും ഇസ്രായേലും ഉൾപ്പെടുന്ന സൈനിക നീക്കങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ ഇറാനിലേക്ക് മെഡിക്കൽ സഹായം അയച്ചത് പൂർണ്ണമായും മാനുഷികതയുടെ അടിസ്ഥാനത്തിലാണ്. യുദ്ധത്തിൽ പരിക്കേറ്റവർക്കും ആരോഗ്യ സംവിധാനത്തിനും പിന്തുണ നൽകുക എന്നത് അന്താരാഷ്ട്ര രീതിയിൽ അംഗീകരിക്കപ്പെട്ട ഒരു നീക്കമാണ്. ഇന്ത്യയുടെ വിദേശ നയം ചരിത്രപരമായി നോൺ അലൈൻമെന്റ് എന്ന ആശയത്തിൽ നിന്നാണ് ആരംഭിച്ചത്. ഇന്നത് മാറി സ്ട്രാറ്റജിക് ഓട്ടോണമി എന്ന നിലയിലേക്ക് വികസിച്ചിട്ടുണ്ട്. അതായത് അമേരിക്കയുമായും പാശ്ചാത്യ രാജ്യങ്ങളുമായും അടുത്ത ബന്ധം പുലർത്തിക്കൊണ്ടിരിക്കുമ്പോഴും റഷ്യ, ഇറാൻ പോലുള്ള രാജ്യങ്ങളുമായും ബന്ധം നിലനിർത്തുക. കോവിഡ് കാലത്ത് വാക്സിൻ മൈത്രി പോലുള്ള പദ്ധതികളിലൂടെ ലോകത്തിന് സഹായം നൽകിയതും തുർക്കി ഭൂകമ്പം പോലുള്ള ദുരന്തങ്ങളിൽ ഇന്ത്യ ഉടൻ പ്രതികരിച്ചതും ഇതിന്റെ ഉദാഹരണങ്ങളാണ്. ഇതിനാൽ ഇറാനിലേക്ക് മെഡിക്കൽ സഹായം അയച്ച നടപടി മോദി സർക്കാരിന്റെ ഒരു പുതിയ നീക്കം എന്നതിലുപരി ഇതിനകം തന്നെ നിലനിന്നിരുന്ന നയത്തിന്റെ തുടർച്ചയാണ് എന്ന് വായിക്കാം. എന്നാൽ ഈ നടപടിയെ ചിലർ മോദിയെ പുകഴ്ത്താനുള്ള അവസരമായി ഉപയോഗിക്കുന്നു. അവർ പറയുന്നത് ലോകത്തിലെ സംഘർഷങ്ങൾക്കിടയിൽ ഇന്ത്യ സ്വതന്ത്ര നിലപാട് സ്വീകരിച്ച് മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു എന്നാണ്. ഈ വാദത്തിൽ ഭാഗികമായ സത്യവുമുണ്ട്. കാരണം പല വലിയ രാജ്യങ്ങളും സൈനിക രാഷ്ട്രീയ താല്പര്യങ്ങൾ മുൻനിർത്തുമ്പോൾ ഇന്ത്യ ഇത്തരം സാഹചര്യങ്ങളിൽ സഹായം നൽകുന്നത് ഒരു മൊറൽ പൊസിഷനായി അവതരിപ്പിക്കപ്പെടുന്നു. പക്ഷെ ഇത് പൂർണ്ണമായും പ്രശംസ മാത്രം അർഹിക്കുന്നതാണോ എന്ന ചർച്ച ചെയ്യേണ്ടതാണ്. വിദേശ നയം എന്നത് സങ്കീർണമായ താല്പര്യങ്ങളുടെ കളിയാണ്. ഇന്ത്യ ഒരേ സമയം അമേരിക്കയുമായി പ്രതിരോധ സഹകരണവും ഇറാനുമായി ഊർജ്ജ ഭൗമരാഷ്ട്രീയ ബന്ധവും നിലനിർത്തും. ഈ സാഹചര്യത്തിൽ ഒരു രാജ്യത്തോട് സഹായം നൽകുമ്പോൾ മറ്റൊരാളുടെ പ്രതികരണം എന്താകുമെന്നത് പ്രധാനമാണ്. അമേരിക്ക ഇന്ത്യക്കെതിരെ നടപടിയെടുക്കുമോ എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. യഥാർത്ഥത്തിൽ അതിന്റെ സാധ്യത വളരെ കുറവാണ്. കാരണം മെഡിക്കൽ സഹായം പോലുള്ള മാനുഷിക നീക്കങ്ങൾക്കെതിരെ അന്താരാഷ്ട്ര തലത്തിൽ ശക്തമായ എതിർപ്പ് പ്രകടിപ്പിക്കുന്നത് അമേരിക്കയ്ക്ക് തന്നെ പ്രതിച്ഛായാപരമായ നഷ്ടമാകും. കൂടാതെ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം ഇന്ന് വളരെ വിപുലമാണ്. പ്രതിരോധം, സാങ്കേതിക വിദ്യ, സാമ്പത്തിക സഹകരണം തുടങ്ങിയ പല മേഖലകളിലുമാണ് അത് വ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ അതുകൊണ്ട് സംഘർഷം ഉണ്ടാകില്ല എന്ന് തീർത്തും പറയാനുമാകില്ല. അടുത്തിടെ അമേരിക്ക ഇറാനിയൻ കപ്പലിനെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ ഇന്ത്യ അമേരിക്ക ബന്ധത്തിൽ ചില അസ്വസ്ഥതകൾ സൃഷ്ടിച്ചതായി ഇതിനോടകം തന്നെ റിപ്പോർട്ടുകളുണ്ട്. ഇതുപോലുള്ള സംഭവങ്ങൾ കാണിക്കുന്നത് അമേരിക്ക സ്വന്തം താല്പര്യങ്ങൾക്കായി പ്രവർത്തിക്കുമ്പോൾ ഇന്ത്യയുടെ നിലപാടുകൾ എല്ലായ്പ്പോഴും പരിഗണിക്കപ്പെടണമെന്നില്ല എന്നത് തന്നെയാണ്.